കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ ക്രമീകൃതമായിട്ട് പഠിച്ചു വരികയാണ്. പ്രത്യേകിച്ച് അപ്പർ റൂം ഡിസ്കോഴ്സ് അല്ലെങ്കിൽ മാളികമുറി പ്രഭാഷണം തൊട്ട് മുമ്പോട്ടുള്ള വിഷയങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ കർത്താവിന്റെ മനോഭാവത്തെ ശരിയായ നിലയിൽ മനസ്സിലാക്കി അതിനോട് ചേർന്ന് നമ്മൾ സഞ്ചരിക്കുമ്പോൾ കർത്താവിന്റെ ഹൃദയത്തിന്റെ ഭാവം എത്ര ആഴമുള്ളതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. തന്റെ ശിഷ്യന്മാരെ വിട്ട് പിരിയുവാനായിട്ട് പോകുന്ന കർത്താവ് അവരോടുള്ള ബന്ധത്തിൽ ചെയ്യുന്ന കരുതലും അതുപോലെ തന്നെ ഉപദേശങ്ങളും, അതാണ് നാം ശ്രദ്ധിച്ചു വരുന്നത്. 16 അധ്യായങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തു. 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥം അപേക്ഷിക്കുന്നതായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥന ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ അധ്യായം മുഴുവൻ കർത്താവിന്റെ പ്രാർത്ഥനയാണ്. അതിനുശേഷം ഇതാണ് ഏറ്റവും ലെങ്തി ആയിട്ടുള്ള പ്രെയർ എന്ന് നമുക്ക് പറയാം, ഏറ്റവും ദീർഘമായിരിക്കുന്ന ഒരു പ്രാർത്ഥന. അതിനുമുമ്പ് പല സന്ദർഭങ്ങളിൽ കർത്താവ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി ഗെത്സമനെ തോട്ടത്തിൽ കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ക്രൂശിന്മേൽ വെച്ച് മറിയെ ഏൽപ്പിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിലും കർത്താവ് അവിടെ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ ഈ 17-ാം അധ്യായത്തില് വളരെ ദീർഘമായിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അതിനകത്ത് വളരെ ആശയങ്ങൾ ഉണ്ട്. കർത്താവ് ഗെത്സമന തോട്ടത്തിലേക്ക് കടന്നു പോകുന്നതിന് തൊട്ട് അല്ലെങ്കിൽ ആ വഴിയിൽ ഓൺ ദ വേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചിലർ അങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പർ റൂമിൽ നിന്ന് ഇറങ്ങി കർത്താവ് അതിന് മുമ്പോട്ട് സഞ്ചരിക്കുന്ന സമയത്ത് ശിഷ്യന്മാരോട് പറഞ്ഞുവെന്ന്. എക്സാക്ട്ലി വചനം എന്ത് പറയുന്നു അങ്ങനെ പറയാത്തത് കൊണ്ട് അപ്പർ റൂമിന്റെ ആ പശ്ചാത്തലത്തിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ആ വിഷയങ്ങളെ ചിന്തിക്കാം. എന്നാൽ ഗെത്സമന തോട്ടത്തിലേക്ക് കർത്താവ് ചുവടുകൾ വയ്ക്കുന്നതിന് തൊട്ടു മുമ്പ് കർത്താവ് ചെയ്യുന്നതായിരിക്കുന്ന പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു വിഷയമാണ് 17-ാം അധ്യായം കൈകാര്യം ചെയ്യുന്നത്. വേദപഠിതാക്കൾ ഇതിനെ ഹൈ പ്രീസ്റ്റ്ലി പ്രെയർ ഓഫ് ജീസസ്, യേശുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥന, അല്ലെങ്കിൽ നമ്മളതിനെ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് വേണേലും നമുക്ക് പറയാം. പുരോഹിതൻ, മഹാപുരോഹിതൻ ജനത്തിനു വേണ്ടി ദൈവത്തിനും മനുഷ്യർക്കും ഇടിവിൽ നിന്നുകൊണ്ട് ദൈവത്തോട് അപേക്ഷിക്കുന്നത് കൊണ്ടാണ് ആ നിലയിലൊരു പ്രസ്താവന വരുന്നത്. ഈ ഒരു വിഷയം, ഈ ഒരു അധ്യായം നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ കർത്താവ് എത്രത്തോളം കരുതൽ ദൈവമക്കൾക്ക് തരുന്നു എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് ഈ പഠനം സഹായിക്കും. നമുക്ക് ഈ അധ്യായത്തെ 3 സെക്ഷനായിട്ട് 3 പ്രധാന വിഭാഗങ്ങളായിട്ട് തിരിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങള് യേശു ക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ തന്നെ പിതാവ് ഏൽപ്പിച്ച വിഷയത്തോടുള്ള ബന്ധത്തിൽ പിതാവുമായിട്ട് ആശയവിനിമയം നടത്തുന്നതാണ് ആദ്യത്തെ 5 വാക്യങ്ങൾ. അപ്പൊ നമുക്ക് പഠനത്തിന് എളുപ്പത്തിന് വേണ്ടി യേശു തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു എന്ന് പറയാം. അതിന് കാരണം ചില വാക്കുകൾ അവിടെ ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല. എന്നാൽ ആക്ച്വലി പിതാവുമായിട്ട് കർത്താവ് തൻ്റെ തന്നെ പിതാവ് ഏൽപ്പിച്ച വിഷയങ്ങളിൽ കർത്താവ് എങ്ങനെയായിരുന്നു എന്നുള്ള വിഷയം പിതാവിനെ ബോധ്യപ്പെടുത്തുന്നതായിട്ട് അല്ലെങ്കിൽ പിതാവുമായിട്ട് പങ്കുവയ്ക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആദ്യത്തെ 5 വാക്യങ്ങൾ. 6 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങളില് 11 ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയാണ്. 6 മുതൽ 19 വരെ. 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ഈ ശിഷ്യന്മാർ മുഖാന്തരം കർത്താവിൽ വിശ്വസിക്കാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ലളിതമായിട്ട് പറയുമ്പോൾ സകല വിശ്വാസികൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് നമുക്കതിനെ പറയാം. അപ്പൊ ആദ്യത്തെ സെക്ഷനിൽ യേശു തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. ആദ്യത്തെ 5 വാക്യങ്ങൾ ശിഷ്യന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ അപ്പോസ്തോലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 6 മുതൽ 19 വരെയുള്ള വാക്യങ്ങള് സകല വിശ്വാസികൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥന 20 മുതൽ 26 വരെ. നമ്മൾ അതിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അതിന് തൊട്ടു മുമ്പുള്ള അദ്ദേഹത്തിലെ പ്രതിപാദ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ വിഷയം നിൽക്കുന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. നമുക്കറിയാം ഇവിടെ അടുത്ത വാക്ക് അതിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രയോഗമാണ്. പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. ഇവിടെ മഹത്വപ്പെടുത്തണം എന്നുള്ള വിഷയം, ഈ വാക്ക് ഗ്ലോറിഫൈ എന്നുള്ള വാക്ക് അർത്ഥമാക്കുന്നത് പ്രത്യേകിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക എന്നുള്ള ആശയത്തിലല്ല,
പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിറവേറ്റുവാനായിട്ട് അതിന്റെ ആ ക്ലൈമാക്സിലേക്ക് ആ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമ്മൾ സാക്ഷി മുമ്പ് വായിക്കുന്നുണ്ട്. മഹത്വപ്പെടുത്തണമെന്ന് പറയുമ്പോൾ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്ന് കർത്താവിനോട് പിതാവ് പറയുന്ന വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ കർത്താവ് മുന്നിൽ കാണുന്നത് പിതാവ് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയുടെ നിറവേറലാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ ഈ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രകടമായി കാണപ്പെടുന്ന ഒരു വിഷയം ഈ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഹൃദ്യതയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഏകീഭാവം. ഒരു സുഹൃത്തിനോട് അല്ലെങ്കിൽ സ്വന്തം പിതാവിനോട് ഒരു മകൻ സംസാരിക്കുന്ന അതേ ഫീലിങ്സോട് കൂടിയാണ്, അതേ ഒരു അംഗീകാരം, അതേ ഒരു സ്വാഗതം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെയാണ് കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ പ്രധാനമായിട്ട് പറയുന്ന ഒരു വിഷയം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നു. ഇവിടെ കർത്താവ് ഈ പറഞ്ഞു വരുന്ന വാക്കുകളെ നമ്മൾ ആസിറ്റീസ് വായിച്ചു പോകുമ്പോൾ പല വിഷയങ്ങളും കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. എന്നാൽ ആ വാക്യങ്ങളെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയം, കർത്താവ് തന്റെ ഹൃദയം പിതാവിന്റെ സന്നിധിയിൽ പകരുമ്പോൾ ഇത് കേൾക്കുന്ന ശിഷ്യന്മാർക്കും ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി, ഒരു വ്യക്തത ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ശിഷ്യന്മാർക്ക് മാത്രമല്ല, തന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് കൂടി, അതായത് ഈ 2000 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് കർത്താവിൽ വിശ്വസിക്കുന്ന നമ്മുടെയും ഹൃദയത്തിൽ ഈ കർത്താവിന്റെ പ്രാർത്ഥന വാസ്തവമായി പതിയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഇതിനു മുമ്പ് കർത്താവ് പല പ്രാവശ്യം പറഞ്ഞു, എന്റെ നാഴിക വന്നിട്ടില്ല. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം തന്നെ 2:4 കാനാവിലെ കല്യാണത്തോടുള്ള ബന്ധത്തിൽ മറിയോട് പറയുമ്പോൾ എന്റെ നാഴിക വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ 7:30 വരുമ്പോഴും അതേ പ്രയോഗം നമ്മൾ കാണുന്നു, എന്റെ നാഴിക വന്നിട്ടില്ല. കർത്താവ് കൃത്യമായിട്ട് പറയുക. എന്നാൽ ഇവിടെ കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ നാഴിക വന്നിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറയുന്നു. ഈ വാക്ക് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ശിഷ്യന്മാർ ഇത് സംസാരിച്ചിട്ട് യേശു തല ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി പറയുന്ന വാക്ക്. അപ്പോൾ ഓപ്പൺ ആയിട്ട് പരസ്യമായിട്ട് തന്നെയാണ് കർത്താവ് ഈ വാക്കുകൾ സംസാരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. കർത്താവ് ഈ ശിഷ്യന്മാരെ വിട്ട് പിരിവാനായിട്ട് പോകുകയാണ്. അങ്ങനെ പിരിവാനായിട്ട് പോകുമ്പോൾ ഇവർക്കുള്ള ആശങ്ക, നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ വായിച്ചത്, ഇവര് ഏകരായിട്ട് വിട്ടിട്ട് പോകും എന്നുള്ള ഒരു ഭയം ഈ ശിഷ്യന്മാരുടെ ഉള്ളിലുണ്ട്. ഇനി എന്ത് ചെയ്യും എന്നൊരു ആശങ്കയുണ്ട്. പക്ഷെ അവർ ഒരിക്കലും സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കർത്താവ് ചെയ്യുന്ന പ്രവൃത്തി, പിതാവിനോട് ഈ ഒരു വിഷയം പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ഈ ശിഷ്യന്മാർക്ക് ലഭിക്കേണ്ടതായിരിക്കുന്ന ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ കറേജ് എന്നുള്ള വിഷയം കർത്താവ് ഉള്ളിൽ കരുതിക്കൊണ്ട് തന്നെയാണ് പിതാവിനോട് വിഷയം സംസാരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ഈ ക്രൂശിലേക്കാണ് കർത്താവ് സഞ്ചരിക്കുന്നത്. ചുരുങ്ങിയ മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ കർത്താവ് ക്രൂശിലേക്ക് കടന്നുപോവുകയാണ്. ക്രൂശിക്കപ്പെടുവാനായിട്ട് അല്ലെങ്കിൽ പ്രായശ്ചിത്ത യാഗമായി തീരുവാനായിട്ട് പോവുകയാണ്. ആ വിഷയം പറഞ്ഞപ്പോൾ മുതൽ തന്നെ ഇവർ ചഞ്ചലപ്പെട്ടാണ് ശിഷ്യന്മാർ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ എന്നെ മഹത്വപ്പെടുത്തണമേ, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആശയം, പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, ആ ദൗത്യത്തിന്റെ ഏറ്റവും ക്ലൈമാക്സിലേക്ക് വിഷയങ്ങൾ കടന്നു വരികയാണ്. അപ്പോൾ മഹത്വപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ഈ പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗം അത് പൂർത്തീകരിക്കാനായിട്ടുള്ള എല്ലാ കൃപയും കൊടുക്കണമെന്ന് തന്നെ എൻ്റെ ആശയം. കാരണം ദൈവത്തിന്റെ സ്നേഹവും നീതിയും വിശുദ്ധിയും വെളിപ്പെടുന്ന സ്ഥാനമാണ് ക്രൂശ് എന്ന് പറയുന്നത്. മനുഷ്യരോടുള്ള ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ നീതി, പാപം സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ വിശുദ്ധി, ഈ 3 വിഷയങ്ങളും സമ്മേളിക്കുന്ന ഇടമാണ് ക്രൂശ്. അപ്പൊ ആ ക്രൂശിങ്കൽ ഇവർ വരുമ്പോൾ പിതാവും പുത്രനും ഒരുപോലെ മഹത്വപ്പെടുന്ന ഇടമാണ് ഈ കാൽവരി ക്രൂശ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുമ്പോൾ നിന്റെ പുത്രനെ മഹത്വപ്പെടുത്തണം, നീയും മഹത്വപ്പെടണം എന്നാണ് പറഞ്ഞത്. അതായത് ഇതുവരെയുള്ള കർത്താവിന്റെ പ്രവൃത്തികൾ പിതാവിന്റെ മഹത്വത്തിന് വേണ്ടി കർത്താവ് ചെയ്തു. ഇപ്പോൾ അതിന്റെ ഒരു ക്ലൈമാക്സിലേക്ക് വന്നിരിക്കുകയാണ്. അത് എന്തിനാണോ പിതാവ് പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് അതിന്റെ നിവൃത്തിയിലേക്ക് മണിക്കൂറുകൾ വ്യത്യാസത്തിൽ അടുത്തു വരിക. ഇപ്പോൾ തന്നെ ഈ പ്രാർത്ഥന നമ്മൾ കേൾക്കുമ്പോൾ ഇത് ഓൾറെഡി സംഭവിച്ച ഒരു വിഷയമായിട്ടാണ് കർത്താവ് പറയുന്നത്. അതിന് കാരണമുണ്ട്. ഇനി കർത്താവ് അതിൽ നിന്ന് പിന്നോട്ട് ചുവടുകൾ വയ്ക്കുന്ന ഒരു നില അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം മുമ്പിലില്ല. കർത്താവ് ആ ലാക്കിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണ്. അപ്പോൾ ഈ കർത്താവ് ഇവരെ വിട്ടു പിരിയുമ്പോൾ ഇവർ ഹൃദയത്തിൽ ഉൾക്കൊള്ളേണ്ടതായിരിക്കുന്ന പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ കർത്താവ് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ മഹത്വപ്പെടുത്തണം എന്ന് പറയുന്നത് കർത്താവിന് പ്രത്യേക ഗ്ലോറി കൊടുക്കണം എന്നുള്ള ആശയത്തിലല്ല. അതാണ് നമ്മൾ ഈ ആദ്യം മുഴുവൻ പഠിക്കുമ്പോൾ നമുക്ക് ആശയം മനസ്സിലാവും. സാധാരണ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഗ്ലോറിഫൈ ചെയ്യുക എന്ന്. എന്നാൽ ഇവിടുത്തെ ആശയം എന്ന് പറയുന്നത്
പിതാവ് പുത്രനെ ഏൽപ്പിച്ച നിയോഗം കംപ്ലീറ്റ് ചെയ്യുന്നതിനോടുള്ള ബന്ധത്തിൽ അതിലൂടെ പിതാവിന് ലഭിക്കുന്ന മഹത്വം, അത് നിവർത്തിക്കുന്നതിലൂടെ പുത്രന് ലഭിക്കുന്ന മഹത്വം, ഇത് വെളിപ്പെടണം. ആർക്ക്? ഈ ശിഷ്യന്മാരുടെ മുമ്പിൽ ഇത് വെളിപ്പെടണം, ലോകത്തിന് മുമ്പിൽ അത് വെളിപ്പെടണം. അതാണ് പ്രധാനപ്പെട്ടായിരിക്കുന്ന വിഷയം. ഇവിടെ പ്രൈമറി ആയിട്ട് പ്രാഥമികമായിട്ട് നിൽക്കുന്നത് ഈ 11 ശിഷ്യന്മാരാണ്. യൂദാ കൂട്ടത്തിലില്ല, ബാക്കി 11 പേർ അവിടെയുണ്ട്. ഈ 11 പേർക്ക് പിതാവ് പുത്രനെ ഏൽപ്പിച്ച ഈ നിയോഗത്തിന്റെ പൂർത്തീകരണം അത് മനസ്സിലാക്കുവാൻ അവരുടെ ഉള്ളിൽ മഹത്വപ്പെടുത്തണം. നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ അവരിൽ മഹത്വപ്പെടണം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ആശയം ഈ ശിഷ്യന്മാർക്ക് കർത്താവ് പിതാവിനെ ഏൽപ്പിച്ച നിയോഗത്തിന്റെ ആശയം ശരിയായി മനസ്സിലാകണം എന്നുള്ളതാണ്. 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. അപ്പോൾ യേശു കർത്താവിന് സകല ജഡത്തിന്മേലും അധികാരം കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത്, ഇപ്പോൾ അധികാരം കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആക്ഷരികമായിട്ട് അധികാരം വരാനായിട്ട് പോകുന്നത് കർത്താവിന്റെ ക്രൂശീകരണത്തിന് ശേഷം, അല്ലെങ്കിൽ കർത്താവ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാണ്. അധികാരം ഇല്ല എന്നല്ല അതിന്റെ ആശയം. സകല ജഡത്തിന്മേലും ഉള്ള അധികാരം പ്രായോഗിക തലത്തിൽ വരുന്നത് കർത്താവിന്റെ പുനരുദ്ധാന ശേഷമാണ്. അതായത് പെന്തക്കോസ്ത് നാളോട് കൂടിയാണ് അത് പ്രവൃത്തിപഥത്തിലേക്ക് വരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞ നിത്യജീവനെ കൊടുക്കേണ്ടതിന്, അതാണ് ആ വാക്യത്തിലെ പ്രധാന ഊന്നൽ എന്ന് പറയുന്നത്. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ട് എന്നുള്ള വിഷയം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഇനി 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ നിത്യജീവൻ എന്താണ് എന്നതിന്റെ വിശദീകരണമാണ് 3-ാം വാക്യത്തിൽ പറയുന്നത്. നമ്മൾ സാധാരണ നിത്യജീവൻ എന്ന് പറയുന്നത് അവസാനമില്ലാത്ത ജീവിതം, അതാണ് നിത്യമായ ജീവിതം എന്നുള്ള ആശയത്തിലാണ് നമ്മൾ നിത്യജീവൻ എന്ന് പറയുന്നത്. സ്വർഗത്തെക്കുറിച്ചും നമ്മൾ നിത്യജീവനോടുള്ള ബന്ധത്തിൽ സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ച് നമ്മൾ നിത്യജീവൻ എന്ന് പറയാറുണ്ട്. അതിൽ സാങ്കേതികമായി തെറ്റുകളില്ല. അതിനെക്കുറിച്ച് തന്നെ നമ്മൾ സ്വർഗത്തിലോട്ടാണ് പോകുന്നത്, നമുക്ക് ലഭിക്കുന്നത് നിത്യമായ ജീവനാണ്. എന്നാൽ ഇവിടെ കർത്താവ് ശിഷ്യന്മാരോട് സംവാദിക്കുമ്പോൾ, അവരെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പിതാവിന്റെ സന്നിധിയിൽ പറയുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ദൈവവുമായിട്ട് ശിഷ്യന്മാർക്കുള്ള ബന്ധത്തെയാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കാൻ സ്വർഗത്തിൽ പോകുന്നതാണ് നിത്യജീവൻ എന്നുള്ള ആശയമാണ്. അപ്പം ശരിയായ ഒരു ബോധ്യം, ഒരു ഗ്രാഹ്യം നമുക്ക് ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കർത്താവ് ആ വിഷയം കൃത്യമായിട്ട് പറയുന്നത് 3-ാം വാക്യത്തിലാണ്. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ യേശു കർത്താവുമായിട്ട്, പിതാവായ ദൈവവുമായിട്ട് ഹൃദ്യമായിരിക്കുന്ന ഒരു വ്യക്തിബന്ധത്തിലേക്ക് വരുന്ന അനുഭവമാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അത് സ്വർഗത്തിൽ നമ്മൾ എത്തിക്കും. എന്നാൽ സ്വർഗത്തിൽ പോകാനുള്ളതല്ല നിത്യജീവൻ. നമ്മൾ സ്വർഗത്തിലാണ്, സ്വർഗം നമുക്ക് ഒരുക്കിയിട്ടുണ്ട് എന്നാൽ നമ്മൾ ആക്ച്വലായിട്ട് പഠിച്ചു വരുമ്പോൾ അത് വിശാലമായ ഒരു ആശയമാണ്. എന്നാൽ കർത്താവ് നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഈ നിത്യജീവനെ എങ്ങനെ മനസ്സിലാക്കണം? പിതാവ് വസിക്കുന്ന സ്ഥലമാണ് സ്വർഗം നോക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അന്തമില്ലാത്ത നാളുകളാണ് നിത്യജീവൻ എന്ന് നമ്മൾ ഇനി മരണം ഉണ്ടാകുകയില്ല അത് നമ്മൾ വായിക്കുന്നുണ്ട്. അതൊക്കെ തിയോളജിക്കലി ആ വിഷയത്തിലേക്ക് ആഴത്തിൽ വരുമ്പോൾ നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് പലപ്പോഴും ആൾക്കാർ സ്വർഗത്തിൽ പോകുന്നതിനെ നിത്യജീവൻ എന്ന് പറയാറുണ്ട്, മരണമില്ലാത്ത ജീവിതത്തെ നിത്യജീവൻ എന്ന് പറയാറുണ്ട്. പക്ഷെ ഇവിടെ കർത്താവ് ഈ പ്രാർത്ഥനയിൽ വ്യക്തമായിട്ട് പറയുന്നത് ഏകസത്യ ദൈവമായിരിക്കുന്ന പിതാവിനോടും പുത്രനോടും ശിഷ്യന്മാർക്ക് വ്യക്തിപരമായിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ ഹൃദ്യമായിട്ടുണ്ടാകുന്ന ആ വ്യക്തിബന്ധത്തെയാണ് നിത്യജീവനായിട്ട് പറയുന്നത്. നോവിങ് ഫാദർ ആൻഡ് സൺ എന്ന് പറഞ്ഞാൽ, നോവിങ് എന്ന് പറഞ്ഞാൽ അറിയുക, നമ്മൾ ഇത് മലയാളത്തിൽ അറിയുക എന്നുള്ള ആശയമല്ല അറിവ് എന്ന് പറയുന്നത്. ആ റിലേഷനെ കുറിച്ചാണ് അവിടെ പറയുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 4-5 വാക്യത്തിലേക്ക് വരുമ്പോൾ തൻ്റെ പ്രാർത്ഥന എന്നെ മഹത്വപ്പെടുത്തണം എന്നുള്ള വിഷയം കർത്താവ് പറയുന്നതിൻ്റെ അതിൻ്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പിതാവ് തന്നെ പരമേൽപ്പിച്ച ദൗത്യം പുത്രൻ നിറവേറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇതിനു മുമ്പുള്ള ഈ റിലേഷനെ കുറിച്ച് പറയാനായിട്ടുള്ള കാരണം, ഇനി മുമ്പോട്ട് കർത്താവ് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ പ്രായോഗികമായി വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് കർത്താവ് പറയാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് കർത്താവ് തൻ്റെ പിതാവുമായിട്ടുള്ള തൻ്റെ സംസാരത്തിലൂടെ ഈ ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ പതിപ്പിച്ചു കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. താൻ തൻ്റെ പിതാവിനോട് എങ്ങനെയായിരുന്നു, തൻ്റെ പിതാവ് തന്നെ പരമേൽപ്പിച്ച വിഷയങ്ങളിൽ തൻ്റെ നിലപാടുകൾ എന്തായിരുന്നു, അത് അനുകരിക്കാൻ വേണ്ടിയാണ് ശിഷ്യന്മാരെ കർത്താവ് പ്രാർത്ഥനയിലൂടെ ഇവിടെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിതാവിനോടും പുത്രനോടും വിശ്വാസത്താൽ ലഭിക്കുന്ന വ്യക്തിപരമായ ബന്ധത്തിനാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ നിത്യജീവൻ അല്ല സ്വർഗരാജ്യത്തെ കാംക്ഷിക്കുകയും
നിത്യജീവനെ കാക്ഷിക്കുകയും ചെയ്യുമ്പോൾ അത് ഭാവിയിൽ ഒരുക്കപ്പെടുന്ന ഒരു വിഷയമാണ്. എന്നാൽ ഇന്ന് നാം ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവ് ആ വിഷയം താഴോട്ട് പറഞ്ഞു വരുമ്പോൾ ഇവർ ഈ ലോകത്തിലാണ് എന്നുള്ള വിഷയം പറയുന്നുണ്ട്. അപ്പോൾ ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നിത്യജീവന്റെ വെളിപ്പെടുത്തൽ, നമ്മൾ നിത്യജീവൻ അനുഭവിക്കുന്നത് ഈ പിതാവിനോടും പുത്രനോടുമുള്ള കൂട്ടായ്മ ബന്ധത്തിലൂടെയാണ്. അതാണ് കർത്താവ് ഈ അധ്യായത്തിൽ പിന്നീട് താഴോട്ട് വരുമ്പോൾ പ്രാർത്ഥനയിൽ വിശദീകരിച്ചു വരുന്ന വിഷയം. 4-5 വാക്യങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ അവിടെ പറയുന്ന വിഷയം, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഇതിലേറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം കർത്താവ് തന്റെ ശിഷ്യന്മാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഈ ഒരു പ്രാർത്ഥന പിതാവിന്റെ സന്നിധിയിൽ തന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച് കർത്താവ് അർപ്പിച്ചിട്ട് ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുന്ന ഒരാശയം, പിതാവ് തന്നെ ഭരമേൽപ്പിച്ച ശുശ്രൂഷ അല്ലെങ്കിൽ കടമ അത് തികച്ചിരിക്കുന്നു, അല്ലെ? അതാണ് നമ്മൾ വായിക്കുന്നത്. പ്രവൃത്തി തികച്ചിരിക്കുന്നു. നമുക്കറിയാം ഇവിടെ കർത്താവ് പ്രവൃത്തി തികച്ചിട്ടില്ല. കർത്താവ് ആ സ്റ്റെപ്പിലേക്ക് പോകുന്നത്. പ്രവൃത്തി തികപ്പെടുന്നത് എപ്പോഴാണ്? ക്രൂശന്മേൽ യാഗമായി തീരുമ്പോഴാണ്. അപ്പോൾ ക്രൂശന്മേൽ യാഗമായി തീരുന്ന ആ ഒരു അനുഭവത്തിലേക്ക് കർത്താവ് ഇപ്പോൾ തന്നെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇനി അതിൽ നിന്നൊരു പിൻവാങ്ങലില്ല എന്നുള്ളത് അതിന്റെ ആശയം. അപ്പൊ നമ്മുടെ ജീവിതത്തിലും നമ്മൾ കുറിക്കൊള്ളേണ്ടതായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം, നമ്മൾ കാലങ്ങൾ മുന്നോട്ട് സഞ്ചരിച്ചു വരുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ദൈവവുമായിട്ടുള്ള, നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തെ ശോധന ചെയ്ത് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളിൽ നാം എങ്ങനെയെന്ന് വ്യക്തിപരമായി ശോധന ചെയ്യണം എന്നത് കർത്താവ് തന്റെ ജീവിതത്തിലൂടെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെ ശിഷ്യന്മാരോട് 11 ശിഷ്യന്മാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. അവിടെ കൃത്യമായിട്ട് കർത്താവ് പറയാം, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. അത് അക്കംപ്ലീറ്റ് ചെയ്തു അല്ലെ കംപ്ലീറ്റ് ചെയ്തു എന്നാ പറയുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്താ? ഈ പ്രൈമറി ആയിട്ട് കൊടുത്തിരിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ സാവധാനം അടുത്ത വാക്യങ്ങളിലേക്ക് അതിലേക്ക് വരുന്നു. ഇവിടെ നമുക്കറിയാം പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം 5-ാം വാക്യത്തിൽ വരുമ്പോൾ, ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ എന്ന് പറഞ്ഞാൽ ആ മഹത്വത്തിലേക്ക് തിരികെ കർത്താവിന് മഹത്വം നഷ്ടപ്പെട്ടു എന്നല്ല അതിന്റെ ആശയം. ലോകസ്ഥാപനത്തിന് മുമ്പിൽ ലോകത്തിന് മുന്നമേ ഉണ്ടായിരുന്ന ദൈവിക മഹത്വം, ആ മഹത്വം ഒഴിഞ്ഞു വെച്ചിട്ടാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നത് എന്ന് നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ മഹത്വത്തിലേക്ക് മഹത്വപ്പെടുത്തണം എന്ന് പറയുമ്പോൾ കർത്താവ് ജഡാവതാരം എടുത്തു വന്നതിന്റെ ഉദ്ദേശം അത് പുത്രനിൽ നിറവേറി എന്നുള്ള സാക്ഷ്യപ്പെടുത്തൽ, അതാണ് ഇതിന്റെ പിന്നാലെ വരുന്ന വിഷയം. അതാണ് പ്രാർത്ഥന തുടർന്ന് വരുന്ന വിഷയം. എന്നാൽ ഇതിനകത്ത് കർത്താവ് എന്തൊക്കെ ദൗത്യമാണ് പൂർത്തീകരിച്ചതെന്ന് ഇവിടെ തന്നെ വ്യക്തമായിട്ട് പറയുന്നത്. ഒന്നാമത് നമ്മൾ 6-ാം വാക്യത്തിൽ വരുമ്പോൾ, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു വിഷയം, നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. പിതാവിനെ ലോകത്തിന്, അല്ലെങ്കിൽ ഇവിടെ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിലാണ് പ്രൈമറി ആയിട്ട് നിൽക്കുന്നത്. എനിക്ക് തന്നിട്ടുള്ള ജനത്തിന് നിന്റെ നാമത്തെ ഞാൻ വെളിപ്പെടുത്തി. അതിനകത്ത് വലിയൊരു ആശയമുണ്ട്. പിതാവിനെ മനസ്സിലാക്കണമെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് മാത്രമേ പിതാവിനെ മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇന്ന് ദൈവത്തിന്റെ നാമം എന്താണെന്ന് ചോദിച്ചൊരു കൾട്ട് ഗ്രൂപ്പ് ഒക്കെ എംപറർ ഇമ്മാനുവൽ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ആ നാമം വെളിപ്പെടാൻ വേണ്ടി അവർ കാത്തിരിക്കുന്നുണ്ട്. അതൊരു വലിയ കൾട്ടായിട്ട് കത്തോലിക്കരുടെ ഇടയ്ക്കൊക്കെ വ്യാപിക്കുന്നുണ്ട്. ഇവിടെ ഈ നാമം വെളിപ്പെടുത്തുക എന്നുള്ള വാക്ക് മാത്രം, ആ നാമം ഏതെന്നാണ് അവർ ചോദിക്കുന്നത്. എന്നാൽ ഇവിടെ വായിക്കുന്ന പ്രത്യേക വിഷയം, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തി. പിതാവ് ആരാണ്? പിതാവിന്റെ ആ നാമത്തിൽ തന്നെ, ആ ഏത് നാമം എന്നല്ല, പിതാവ് എന്നുള്ള നാമത്തിൽ തന്നെയാണ് പുത്രൻ വെളിപ്പെടുത്തുന്നത്. ആ പിതാവിനെ തനിക്ക് തന്നിട്ടുള്ള ജനത്തിന് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന്. അപ്പൊ ഒന്നാമത് ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ പിതാവിനെ വെളിപ്പെടുത്തി. രണ്ടാമത്തെ വിഷയം, പാപത്തിന് പരിഹാരം ഒരു യേശു ജനിക്കുന്ന സമയത്ത് മത്തായി സുവിശേഷത്തിൽ യോസെഫിനോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് യേശു എന്ന് പേരിടണം. അപ്പൊ പാപത്തിന് പരിഹാരം ഒരുക്കാനായിട്ടുള്ള നിയോഗം. അപ്പോൾ ഈ പ്രവൃത്തികൾ നിറവേറ്റുന്നത് കൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ ആ പ്രവൃത്തികൾ തികയ്ക്കുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തണമേ. മഹത്വപ്പെടുത്തണമെന്ന് കർത്താവിന് മഹത്വം ഇല്ലാത്തത് കൊണ്ടല്ല, പിതാവെ ഞാൻ എന്നെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിറവേറ്റിയിരിക്കുന്നു എന്ന് പറയുകയാണ്. ഈ മഹത്വപ്പെടുത്തണമേ എന്നുള്ള പ്രയോഗം ഈ ശിഷ്യന്മാർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള ഒരു യൂസേജ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പിന്നീട് നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ ആ വിഷയം നമുക്ക് മനസ്സിലാവും. ഇനി അതിന്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ വരുമ്പോൾ
6 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അപ്പോൾ ഇവിടെ 6 വരെയുള്ള 5 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ കർത്താവ് 4-ാം വാക്യത്തിലാണ് പ്രധാനമായിട്ട് ആ വിഷയം പറഞ്ഞത്. ഭൂമിയിൽ നീ എനിക്ക് തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് തന്റെ ശുശ്രൂഷയുടെ ലാസ്റ്റ് മൊമെന്റിൽ വന്ന് നിൽക്കുമ്പോൾ ദൈവസന്നിധിയിൽ പിതാവിന്റെ സന്നിധിയിൽ പുത്രന് പറയുവാനായിട്ടുള്ള ദൗത്യം എന്ന് പറയുന്നത് എന്റെ പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. ഇതേ ഒരു പ്രയോഗം തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ ഓട്ടം തികച്ചു എന്ന് പറയുന്ന വിഷയം. അപ്പൊ ഇത് രണ്ടും നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ, കർത്താവിനെ അനുകരിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ, അവന്റെ ജീവിതത്തിൽ എൻഡിങ്ങിലേക്ക് വരുമ്പോൾ, അതിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ ഈ നിലയിൽ ഒരു വാക്ക് പറയുവാനായിട്ട് കഴിയുന്നതാണ് ആത്മീയ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. എന്നാൽ അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു വിഷയമല്ല, അതിന് വളരെ കൃപ ആവശ്യമാണ്. ആ വിഷയങ്ങളെയാണ് കർത്താവ് താഴോട്ടുള്ള വാക്യങ്ങളിൽ പറയുന്നത്. നമ്മളിവിടെ ഈ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് ഈ 3.5 വർഷക്കാലം തന്റെ ശിഷ്യന്മാർക്ക് പരിശീലനം നൽകി എന്ന് നമുക്ക് കാണുവാൻ ഇവരെ തിരഞ്ഞെടുത്ത് ഇവർക്ക് ട്രെയിനിങ് കൊടുത്തു. എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് കർത്താവിന്റെ മാത്രം തിരഞ്ഞെടുപ്പല്ല എന്നുള്ളതാണ് ഇവർക്ക് കർത്താവ് പകർന്നു കൊടുക്കുന്ന ആശയം. ഈ പ്രാർത്ഥനയിൽ, അതായത് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തമായിട്ട് പറയുന്ന വിഷയം, പിതാവിന്റെ വകയാണ് ഈ 11 പേരും. ഈ 11 പേരെയും പിതാവാണ് കർത്താവിനെ ഏൽപ്പിച്ചത്. 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നത്, ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല. നമ്മൾ ഈ വാക്യമൊക്കെ കൂടെ വായിച്ചു പോകുന്ന വേദഭാഗമാണ്. എന്നാൽ നമ്മൾ അതിന്റെ ശരിയായ ആ പൾസ് അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലെ ആ അന്തസത്ത ശരിയായിട്ട് ഉൾക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ വിഷയങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് പോകുന്നത്. അതിന്റെ 9-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് വരുമ്പോൾ, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവരാകൊണ്ട് അവർക്ക് വേണ്ടി അത്ര ഞാൻ അപേക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, പിതാവാണ് ഇവരെ പുത്രന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. അതായത് ഈ 3.5 വർഷക്കാലം ഇവരെ ട്രെയിനിങ് ചെയ്യുവാൻ, ഇവരെ പരിശീലിപ്പിക്കുവാൻ, ദൈവിക പദ്ധതിയിലേക്ക് ഇവരെ രൂപപ്പെടുത്തുവാനായിട്ട്, അല്ലെങ്കിൽ കർത്താവിന്റെ ശിഷ്യന്മാരായിട്ട് ഭൂമിയിൽ പുത്രൻ നിറവേറ്റുന്ന രക്ഷാവേലയുടെ പ്രചാരകരായി ആ മിഷൻ ദൗത്യം അത് ഫോളോ ചെയ്യുവാനായിട്ട് ട്രെയിനിങ് കൊടുക്കുവാനായിട്ട് പിതാവ് പുത്രനെ ഏൽപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത വാക്യത്തിലേക്ക് കർത്താവ് പറയുകയാണ്, ഈ പിതാവിനുള്ളതെല്ലാം എന്റേതാണ് എന്ന് പറയാൻ, നിങ്ങളെ പിതാവ് എന്റെ കയ്യിൽ തന്നു, ഞാൻ 3.5 വർഷം പരിശീലിപ്പിച്ചു, ഞാൻ കൈവിടുകയാണ്, ഇനി നിങ്ങൾ ജീവിച്ചോന്നല്ല കർത്താവ് പറയുന്നത് എന്റേതെല്ലാം നിന്റേതും നിന്റേതെല്ലാം എന്റേതുമാകുന്നു, ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിതാവിനോട് കർത്താവ് പറയുന്നത്, നീ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിറവേറ്റി, അതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തണം. ഇവിടെ പറയുന്നത് ഈ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം കർത്താവ് നിറവേറ്റിട്ടുള്ളത് കൊണ്ട് ഞാൻ മഹത്വപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ പിതാവ് അവരെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ നിറപടിയായിട്ട് നിവർത്തിച്ചു എന്നാണ് അതിന്റെ ആശയം. 10-ാം വാക്യത്തിൽ തന്നെ ഇവര് പിതാവിനും പുത്രനും 2 പേർക്കും അവകാശപ്പെട്ടവരാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ കർത്താവ് ചെയ്ത 3 പ്രധാന കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. 12-ാം വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, അവരോട് കൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ. അപ്പോൾ ഇവിടെ വിഷയം ഇവരെ കൊടുക്കുക മാത്രമല്ല, നിന്റെ നാമത്തിൽ, അതായത് പിതാവാണ് പുത്രനെ ഈ ശിഷ്യന്മാരെ ഏൽപ്പിച്ചത്. അവരെന്ത് ചെയ്തു? കർത്താവ് അവരെ കാത്തുകൊണ്ടിരുന്നു. ഈ 12-ാം വാക്യത്തിൽ തന്നെ 2-ാം ഭാഗത്ത് വരുമ്പോൾ അടുത്ത സെന്റൻസ് വായിക്കുന്നത്, ഞാൻ അവരെ സൂക്ഷിച്ചു. ഈ 2 പ്രയോഗങ്ങൾ പിതാവിന്റെ സന്നിധിയിൽ കർത്താവ് ശിഷ്യന്മാരെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യുന്ന വിഷയമാണ്. ഒന്നാമത് ഞാൻ അവരെ കാത്തുകൊണ്ടിരുന്നു, ഞാൻ അവരെ സൂക്ഷിച്ചു. 12-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ അവരിലാരും നശിച്ചു പോയിട്ടില്ല. അപ്പൊ രക്ഷയുടെ ഭദ്രത സംബന്ധിച്ചുള്ള പരാമർശം കർത്താവ് ഈ പ്രാർത്ഥനയിൽ, ഇത് ശിഷ്യന്മാർക്ക് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കർത്താവ് ശിഷ്യന്മാരോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഈ അനാഥരായി വിടുകയില്ല എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഇവര് മനസ്സിലാക്കുന്നത് കർത്താവ് എന്നും ഇവരുടെ കൂടെ ഇരിക്കും. വാഗ്ദത്തം നശികയായതുകൊണ്ട്, നിത്യരാജാവായതുകൊണ്ട് ഈ ഭൂമിയിൽ കർത്താവ് എന്നും ഇവരുടെ ഗുരുവായിട്ടിരിക്കും എന്ന് വിശ്വസിച്ച് പിൻപറ്റി വന്നവരാണ് ഈ ശിഷ്യന്മാര്.
എന്നാൽ കാലങ്ങൾ മുമ്പോട്ട് പോയപ്പോഴാണ് കർത്താവ് പറയുന്നത് മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല അനേകർക്ക് വഴി തന്റെ ജീവനെ കൊടുക്കുവാനായിട്ട് വന്നു എന്ന് പറഞ്ഞു. കർത്താവ് പിന്നീട് മുന്നോട്ട് വരുമ്പോൾ കർത്താവിന്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇവർ ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആയി. അപ്പോൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിൽക്കുന്നവരോട് പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഉദ്ദേശിക്കുന്ന വിഷയം പിതാവുമായിട്ടുള്ള തന്റെ കമ്മ്യൂണിക്കേഷനിൽ കൂടി ഇവരുടെ ഹൃദയത്തിലേക്ക് പകർന്നു കിട്ടേണ്ട ഈ അടിസ്ഥാന പ്രമാണം, അതായത് കർത്താവ് ഇവരെ അനാഥരായി വിടുകയില്ല എന്ന പ്രമാണം എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ഇവർ മനസ്സിലാക്കണം. അപ്പോൾ ഈ 3.5 വർഷക്കാലം ഇവരെ ജീവിച്ചിരുന്ന കർത്താവിന്റെ കൂടെ നടന്നപ്പോൾ കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് ചെയ്ത കാര്യം, ഇവരെ പിതാവിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു, അവരെ സൂക്ഷിച്ചു, ആരും നശിച്ചു പോകുവാനായിട്ട് ഇടയായില്ല. അതിൽ ഇസ്കറിയോത്ത യൂദാവിന്റെ പേര്, അവൻ നാശയോഗ്യനായിരുന്നു, അവൻ ഒഴികെ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവനൊരു വിശ്വാസി ആയിരുന്നില്ല, അവൻ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, അവൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നില്ല. രക്ഷിക്കപ്പെട്ട വ്യക്തിയെ കർത്താവ് നശിച്ചു പോകുവാനായിട്ട് ആരും നശിച്ചു പോകുന്നില്ല എന്നുള്ള ആശയം അവിടെ പ്രത്യേകമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അപ്പൊ ശിഷ്യന്മാരോടുള്ള ബന്ധത്തില് കർത്താവ് ചെയ്ത പ്രവൃത്തികൾ ഈ 3 കാര്യങ്ങളാണ്. പിന്നെ അവരുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ, ഇത് ശിഷ്യന്മാരുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലാണ്. 2 ജീവിതത്തിൽ ചെയ്ത 3 കാര്യങ്ങളുണ്ട്. അത് 6-ാം വാക്യത്തിൽ നമ്മൾ ഓൾറെഡി കണ്ടു. പിതാവിനെ അവർക്ക് വെളിപ്പെടുത്തി. 7-ഉം 8-ഉം വാക്യങ്ങളിൽ വരുമ്പോൾ ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ പിതാവിന്റെ വചനം അവർക്ക് നൽകി. 8-ാം വാക്യത്തിൽ വായിക്കുന്ന നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ കർത്താവ് ഈ 3.5 വർഷക്കാലം ഇവരോട് കൂടെ ഇരുന്നപ്പോൾ ഇവർക്ക് എന്തൊക്കെ ഉപദേശങ്ങൾ കൊടുക്കണം എന്ന് പിതാവ് പുത്രനെ ഭരമേൽപ്പിച്ചിരുന്നു. ഈ പിതാവ് പുത്രൻ ആളത്വപരമായ ബന്ധത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവർ രണ്ടുപേരും സാരാംശത്തിലേകരും തുല്യരുമാണ്. എന്നാൽ ആളത്വപരമായി ശിഷ്യന്മാരോടും പിതാവിനോടുള്ള ബന്ധത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ പിതാവായ ദൈവം പുത്രനെ ഭരമേൽപ്പിച്ച വചനം അത് ശിഷ്യന്മാർക്ക് ഈ 3.5 വർഷം കൊണ്ട് കൃത്യമായി പകർന്നു നൽകി. അപ്പൊ പിതാവ് ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. ഞാനും പിതാവ് ഒന്നാകുന്നെന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ ഇതിന്റെയൊക്കെ ശരിയായ ആശയം അവർക്ക് പലപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ കുറെ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് പിതാവിന്റെ സന്നിധിയിൽ പറയുകയാണ്, പിതാവിനെ കുറിച്ച് എന്താണോ ഞാൻ വെളിപ്പെടുത്തുവാനായിട്ട് പിതാവ് ആഗ്രഹിച്ചത് അത് അതേ അളവിൽ പൂർണ്ണ നിലയിൽ ഞാൻ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. 2, പിതാവിന്റെ വചനം. ഇവർ പ്രമാണിക്കേണ്ട കൽപ്പനകൾ, പിതാവിന് എന്താണോ ഇഷ്ടം അല്ലെങ്കിൽ പിതാവ് എന്താണോ ആഗ്രഹിക്കുന്നത് ഇവരനുസരിക്കുവാനായിട്ട് വചനങ്ങളെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. 10-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കർത്താവ് ശിഷ്യന്മാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ പകർന്നു കൊടുക്കണമെന്നാണോ പിതാവ് ചുമതലപ്പെടുത്തിയത് ആ കാര്യങ്ങൾ കൃത്യമായി പകർന്നു കൊടുത്തതിനാൽ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ പുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു ആദ്യം പിതാവ് പുത്രനെ ഭരമേൽപ്പിച്ച ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ, പ്രവൃത്തികളോടുള്ള ബന്ധത്തിൽ അത് തികച്ചതിനാൽ മഹത്വപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ 5 വരെയുള്ള വാക്യങ്ങളിൽ വായിച്ചു. തന്നെ അനുഗമിക്കുവാനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ പിതാവ് രക്ഷയുടെ സന്ദേശം ഭൂമിയിൽ വ്യാപിപ്പിക്കുവാനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തികളോടുള്ള ബന്ധത്തിൽ പിതാവ് പുത്രനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ നിറവേറ്റിയതുകൊണ്ട് പുത്രൻ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിലും മഹത്വപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ആശയം, ശിഷ്യന്മാരോടുള്ള ബന്ധത്തില് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് നിറവേറ്റിയെന്നാണ് അതിന്റെ ആശയം. 8-ാം വാക്യത്തിൽ നമ്മൾ അത് കൃത്യമായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് എന്താണെന്നാണ് 8-ാം വാക്യത്തിൽ വായിക്കുന്നത്. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു. അതായത് പിതാവിനെ കുറിച്ചുള്ള വചനമാണ് കൊടുത്തത്. അവരത് കൈക്കൊണ്ടു, അവരത് സ്വീകരിച്ചു. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചുമിരിക്കുന്നു. ഇതാണ് ഈ ഒരു പിതാവ് മഹത്വപ്പെട്ടു എന്ന് പറഞ്ഞാൽ പുത്രൻ ശിഷ്യന്മാരിൽ മഹത്വപ്പെട്ടു എന്ന് പറയുന്നതിന് കാരണം, പുത്രനെ പിതാവ് ഭൂമിയിലേക്ക് അയച്ചത് മനുഷ്യർ അവനിൽ വിശ്വസിക്കുവാനാണ്. പ്രത്യേകിച്ച് ശിഷ്യന്മാരോടുള്ള ബന്ധം, ഈ ശിഷ്യന്മാർ കർത്താവിൽ വിശ്വസിക്കുവാനായിട്ടാണ്. ഇവരെന്ത് വിശ്വസിച്ചു? പുത്രൻ അരുളി ചെയ്ത വചനങ്ങൾ പിതാവിൽ നിന്നുള്ള സത്യവചനങ്ങളായിട്ട് അംഗീകരിച്ച് അവർ വിശ്വാസത്താൽ, അതായത് യേശുക്രിസ്തു പിതാവിനാൽ അയക്കപ്പെട്ട വാഗ്ദത്ത മശിഹയാണ് എന്ന് വിശ്വസിച്ചിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറയുക. അതിനാൽ ഞാൻ മഹത്വപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവരെ യേശുക്രിസ്തുവാണ് വാഗ്ദത്ത മശിഹ എന്ന് ഇവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ, ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം നിയോഗിച്ച ആ പ്രവൃത്തി
താൻ ദൈവവചനത്തിന്റെ വെളിപ്പെടുത്തലിനാൽ പിതാവിന്റെ വചനങ്ങൾ പകർന്നു കൊടുത്തതിനാൽ നിറവേറ്റി, അതിനാൽ അവരിൽ ഞാൻ മഹത്വപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട് എന്ന് പറയുന്ന ദൈവവചനം നാം ഉൾക്കൊണ്ട് കർത്താവിൽ ദൈവവചനത്തിൽ വിശ്വസിച്ച് നമ്മൾ ആശ്രയിച്ചു വരുമ്പോൾ പുത്രന്റെ നാമം അല്ലെ നമ്മളിൽ മഹത്വപ്പെടുകയാണ് എന്നതിന്റെ ആശയം. അപ്പൊ നമ്മൾ ഇതിന്റെ ഗൗരവം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത്, ദൈവമക്കളായിരിക്കും നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ദൈവകൽപ്പനകളെ അനുസരിച്ച് നാം ജീവിക്കുന്നത് കൊണ്ട് പുത്രന് മഹത്വം ഉണ്ടാകുന്നു. താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രയോജനവും കർത്താവ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിലേക്ക് നമ്മൾ വരും. ഇവിടെ നമ്മൾ ഈ പഠിച്ചു വരുമ്പോൾ ഒരു കാര്യം, കർത്താവ് ഇവിടെ സംസാരിക്കുമ്പോൾ കർത്താവ് ഇവർക്ക് വേണ്ടി യാഗമായിട്ടില്ല, കർത്താവിന്റെ പ്രവൃത്തി തികയാനായിട്ട് പോകുന്നതേ ഉള്ളൂ. എന്നാൽ കർത്താവ് ഇവിടെ സംസാരിക്കുമ്പോൾ പ്രവൃത്തി തികച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതേ വിഷയം തന്നെ നമ്മുടെ വിശ്വാസികളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലും പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 1:4 വരുമ്പോൾ, ഫിലിപ്പിയ ലേഖനം 1:4, നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ഒടുവോളം അതിനെ തികയ്ക്കും എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നാം ഇന്ന് കർത്താവ് നമ്മളെ വിവിധങ്ങളായ ശുശ്രൂഷകൾക്ക് സഭയിലാക്കി കഴിയുമ്പോൾ, വിശ്വാസികളായി ഭൂമിയിലാക്കി കഴിയുമ്പോൾ നമ്മളെ ഏൽപ്പിക്കുന്ന ചെറുതും വലുതുമായ ഉത്തരവാദിത്വങ്ങൾ നാം നിറപടിയായിട്ട് ചെയ്യുമ്പോൾ നമ്മളിൽ ആരംഭിച്ചിരിക്കുന്ന ആ നല്ല പ്രവൃത്തി നമ്മൾ മരിക്കുന്നത് വരെ ചെയ്യണം എന്നുള്ള ആശയമല്ല, നമ്മൾ അതിന്റെ പൂർത്തീകരണം വരുത്തിയിട്ട് കടന്നു പോകണം എന്നാണ് അതിന്റെ ആശയം. നാം അത് വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ പുത്രൻ നമ്മിൽ മഹത്വപ്പെടുവാനായിട്ട് ഇടയാകും. പുത്രൻ നമ്മിൽ മഹത്വപ്പെടുത്തുമ്പോൾ ആ മഹത്വം പിതാവിന് ചെല്ലുന്നു, അല്ലെങ്കിൽ പിതാവ് മഹത്വപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കർത്താവ് ഇവിടെ പറഞ്ഞ് വെക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന ആശയം, ഈ 11 ശിഷ്യന്മാർക്ക് കർത്താവ് അവരിലൂടെ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയിലൂടെ ഏകസത്യ ദൈവമായിരിക്കുന്ന പിതാവും പുത്രനും ഒരുപോലെ മഹത്വപ്പെടുവാനായിട്ട് പോവുകയാണ്. അതിനുവേണ്ടി കർത്താവ് ചെയ്ത ക്രമീകരണമാണ് 16-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. പരിശുദ്ധാത്മാവിനെ കാര്യസ്ഥനായിട്ട് ഭൂമിയിലേക്ക് അയച്ചത്. കർത്താവ് ഈ ഭൂമി വിട്ട് പോകുന്ന സമയത്ത് കർത്താവിന്റെ വേല തികപ്പാനായിട്ട്, ഇവരിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി തികപ്പാനായിട്ട് മൂന്നാം ആളത്വമായ പരിശുദ്ധാത്മാവിനെ അയക്കുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ആ പരിശുദ്ധാത്മാവിന്റെ ഡയറക്ഷന്റെ കീഴിലാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, നമ്മിൽ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ഒടുവോളം അതിനെ തികയ്ക്കുവാനായിട്ട് ജാഗ്രതയോടെ ഇരിക്കുന്നു. തിമത്യോസിന്റെ ലേഖനത്തിൽ വരുമ്പോൾ 2 തിമത്യോസ് 1:12 എന്നിൽ നല്ല ഉപനിധിയെ ഫലമേൽപ്പിച്ചവൻ ആ ദിവസം വരെ അതിനെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഈ നല്ല ഉപനിധി എന്ന് പറയുന്നത് ഉപദേശ സംഹിത, സുവിശേഷ ദൗത്യം, ഇതൊക്കെയാണ് ആ ട്രഷറായിട്ട് പൗലോസിൽ നിക്ഷേപിച്ചത്. ഇത് ഒടുവിലെ നാളോളം സൂക്ഷിപ്പാൻ എന്ന് പറഞ്ഞാൽ വീണു പോകാതെ ആ ദൗത്യം നിറവേറ്റുവാനായിട്ട് ശക്തനായ ദൈവത്തിലാണ് താൻ വിശ്വസിക്കുന്നത് എന്നുള്ള വിഷയം ദൈവത്തിന്റെ ആത്മാവ് അവിടെ ഓർപ്പിക്കുന്നു. ഇനി പ്രാർത്ഥനയുടെ ഉദ്ദേശം കർത്താവ് പറയുകയാണ്. അതിന്റെ 11-ാം വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ, നമ്മൾ വായിക്കുന്നത് ഈ കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്. അവിടെ നമ്മൾ പ്രത്യേകിച്ച് വായിക്കുന്ന ഒരു വിഷയം, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന്. ഇവിടെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു വിഷയം, പിതാവും പുത്രനും എങ്ങനെ ഒന്നായിരിക്കുന്നോ, ഏകത്വത്തിൽ വരുന്നോ, അതേ ഒരു ബന്ധത്തിലേക്കാണ് ഈ ശിഷ്യന്മാരെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവരെ അനാഥരായി വിടുകയില്ല, ഇവർക്ക് സ്വർഗരാജ്യം കൊടുക്കുമെന്നൊക്കെ കർത്താവ് പറയുമ്പോൾ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിന്റെ ഈ ആത്മീക ബന്ധം അല്ലെങ്കിൽ വിശ്വാസ ബന്ധമാണ് നിത്യജീവൻ എന്ന് കർത്താവ് പഠിപ്പിച്ചിട്ട് ഇവരോട് പറഞ്ഞു കൊടുക്കുന്ന വിഷയം, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിനാണ് ഈ പ്രാർത്ഥന. ഇപ്പോൾ പിതാവിന്റെ പ്രാർത്ഥിക്കുന്നത് ഉണ്ടാവും എന്നുള്ള വിഷയത്തിലല്ല കർത്താവ് പറയുന്ന വിഷയം. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ള കാരണം, ഇവരെ കർത്താവ് തെരഞ്ഞെടുത്തത് കൊണ്ട് പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ അവർ തമ്മിലുള്ള ആ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, പിതാവ് പുത്രനെ അയച്ച ദൗത്യം നിറവേറ്റിയതിനു ശേഷം ഇതാ വേല തികച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് പിതാവിന്റെ സന്നിധിയിലേക്ക് മടങ്ങിച്ചെല്ലുന്ന ആ പുത്രന്റെ അനുഭവം പോലെ ഒരു ഏകീഭാവത്തിലേക്ക് ഒന്നായി തീരേണ്ടതിനു വേണ്ടി ദൈവം, ഈ കർത്താവ് ഈ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എന്നാണ് ഒന്നാമത്തെ വിഷയം. ഒന്ന്, പിതാവിനോട് നമ്മെ പോലെ ഒന്നാകേണ്ടത്, കർത്താവുമായിട്ടുള്ള ആ കൂട്ടായ്മ ബന്ധത്തിലേക്ക് ഒന്നായി വരേണ്ടതിന്. ഇത് സകല വിശ്വാസികളോടുള്ള ബന്ധത്തിലും പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ വരുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ യേശു ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മളെ വിളിച്ചപ്പോൾ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മ പിതാവിനോടാണ് എന്ന്
1 യോഹന്നാൻ 1:3 നമ്മൾ വായിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 1:3 വായിക്കുമ്പോൾ ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങളോട് അറിയിക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ്. ഞങ്ങളുടെ കൂട്ടായ്മയോ കർത്താവായ യേശു ക്രിസ്തുവിനോടും അവന്റെ പിതാവിനോടുമാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവിടെ യോഹന്നാൻ കൃത്യമായിട്ട് ഈ സുവിശേഷം എഴുതിയ യോഹന്നാൻ തന്നെ ഈ ആത്മീക ബന്ധത്തെ അല്ലെങ്കിൽ ഒന്നായി തീരുക എന്നതിന്റെ ശരിയായ ആശയം പകർന്നു നൽകുന്നതാണ് യോഹന്നാന്റെ ലേഖനത്തില്. അവർ നമുക്ക് അപ്പോസ്തലന്മാർ നമുക്ക് ലേഖനം എഴുതി തന്നത് അവരുമായിട്ട് കൂട്ടായ്മ ഉണ്ടാകുന്നതാണ്. അവരുടെ കൂട്ടായ്മ പുത്രനുമായിട്ടാണ്, പുത്രന്റെ കൂട്ടായ്മ പിതാവുമായിട്ടാണ്. അപ്പൊ ഇതൊരു ലിങ്ക്ഡ് ആയിട്ടിരിക്കുക. പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ നമ്മൾ ആക്ഷരികമായിട്ട് ദൈവം ആകുമെന്നുള്ള ആശയമല്ല അവിടുത്തെ വിഷയം. ഈ ഏകത്വം എന്ന് പറഞ്ഞാൽ ആത്മീക ബന്ധത്തിന്റെ ഏകത്വത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരുന്നു. ഇത് ഈ ശിഷ്യന്മാരെ കർത്താവ് വിട്ടുപോകുമ്പോൾ അവർക്ക് അതിന്റെ ഗൗരവം എന്ന് പറഞ്ഞാൽ അവർ അനാഥരല്ല. പിതാവും പുത്രനെ പിതാവ് ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റിയതുപോലെ പിതാവ് പുത്രൻ മുഖാന്തരം ഈ ശിഷ്യന്മാരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇവർ വിശ്വസ്തയോടെ നിറവേറ്റണം. അതിനുള്ള മാതൃകയാണ് എന്നുള്ള വിഷയം പ്രത്യേകം ഓർപ്പിക്കുകയാണ്. 13-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഇപ്പോഴോ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, എന്റെ സന്തോഷം അവർക്കുള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. ഇവിടെ കർത്താവ് കൃത്യമായിട്ട് പറയുക, പിതാവേ, ഞാൻ നിന്നോട് ഈ നിലയിൽ സംസാരിക്കുന്നതിന് കാരണം ഞാൻ ഇവരെ വിട്ട് നിന്റെ അടുക്കിലേക്ക് വരികയാണ്, എന്നാൽ എന്റെ സന്തോഷം ഇവരിൽ പൂർണ്ണമാകണം. കർത്താവിന്റെ സന്തോഷം എന്താ? പിതാവ് തന്നെ പരമേൽപ്പിച്ച ശുശ്രൂഷ തികയ്ക്കുന്നു എന്നുള്ള സന്തോഷമാണ് പുത്രനിലുള്ളത്. ആ സന്തോഷം ഇവരിൽ പൂർണ്ണമാകേണ്ടതിന് വേണ്ടി ഇവരോട് ഞാനിപ്പോൾ അല്ലെങ്കിൽ ഈ നിലയിൽ പ്രാർത്ഥിക്കുന്നു, ഈ നിലയിൽ സംസാരിക്കുന്നു എന്ന് കർത്താവ് പിതാവിനോട് പറയുക. അതിൽ നിന്ന് ഈ ശിഷ്യന്മാരുടെ ഉള്ളിലേക്ക് കർത്താവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ഞാൻ പിതാവിന്റെ കൽപ്പനകളും പിതാവിന്റെ ഹിതവും എങ്ങനെ നിറവേറ്റിയോ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവകൽപ്പനകളെ നിറവേറ്റുമ്പോൾ ഞാൻ പിതാവിന്റെ കൽപ്പന നിറവേറ്റി എനിക്കുണ്ടാകുന്ന സന്തോഷം അത് പൂർണ്ണ അളവിൽ നിങ്ങൾക്കും അനുഭവിക്കുവാനായിട്ട് കഴിയും. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നതിന്റെ സന്തോഷം അനുസരണത്തിലൂടെ വെളിപ്പെടുത്തുവാനായിട്ട് കഴിയും, അത് അനുഭവിക്കുവാനായിട്ട് കഴിയുമെന്നാണ് കർത്താവ് ശിഷ്യന്മാരെ ഓർപ്പിക്കുന്നത്. മൂന്നാമതായിട്ട് പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവരെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. 15-ാം വാക്യം അവിടെ കർത്താവ് ആദ്യത്തെ കാര്യം പറഞ്ഞത് നമ്മളെ പോലെ ഒന്നാകേണ്ടതിനു വേണ്ടി. രണ്ടാമത്തെ വിഷയം കർത്താവിന്റെ സന്തോഷം ശിഷ്യന്മാരിൽ പൂർണ്ണമാകാൻ വേണ്ടി. മൂന്നാമത്തെ വിഷയം ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ കാത്തുകൊള്ളണം. 15-ാം വാക്യം നമ്മൾ വായിക്കുന്ന അങ്ങനെ, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. കർത്താവിടെ പ്രത്യേകിച്ച് പിതാവിനോട് അങ്ങനെ അപേക്ഷിക്കേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ 11 ശിഷ്യന്മാർ ആകെപ്പാടെ പകച്ചു നിൽക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന വിശ്വാസത്തിന്റെ തീക്ഷ്ണമായിരിക്കുന്ന അനുഭവം, പതറി നിൽക്കുന്ന അനുഭവങ്ങളെ മുന്നിൽ കണ്ടിട്ട് അതേ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന അവരോട് പറയുക, അവർക്ക് വേണ്ടി പിതാവിന്റെ സന്നിധി പ്രാർത്ഥിക്കണം. എന്താണ്? ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, രക്ഷിക്കപ്പെട്ട് പിന്നെ പാപമൊന്നും ചെയ്യാതെ ഭക്തിയോടെ ജീവിക്കാൻ ഇവിടുന്ന് നേരെ അങ്ങ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന സിസ്റ്റം അല്ല കർത്താവിനുള്ളത്. കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് കഷ്ടമുണ്ട്. 16-ാം അധ്യായം അവസാനിക്കുമ്പോഴും നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന, ലോകത്തിൽ കഷ്ടമുണ്ട്, കാരണം നിങ്ങൾ ലോകക്കാരല്ല, അതുകൊണ്ട് കഷ്ടമുണ്ട്. എന്നാൽ നിങ്ങളെ ലോകത്തിൽ നിന്ന് എടുക്കാതെ ഈ ലോകത്തിൽ സൂക്ഷിക്കുകയാണ്. ഈ 3.5 വർഷക്കാലം കർത്താവ് ഭൂമിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് കർത്താവ് അവരെ കാത്തു സൂക്ഷിച്ചു. അവർ നശിച്ചു പോകുവാനായിട്ട് ഇടയാക്കിയില്ല, അവരെ കാത്തുകൊണ്ടേയിരുന്നു. ഇവിടെ പിതാവിനോട് പറയുകയാണ്, ഞാനിപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് പോരുകയാണ്, എന്നാൽ ഇവരെ നിങ്ങൾ കാത്തുകൊള്ളണം എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ പോവുകയാൽ നിങ്ങൾ അനാഥരായി എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പിതാവിന്റെ കയ്യിൽ, നിങ്ങളെ പിതാവാണ് എൻ്റെ കയ്യിൽ പരമേൽപ്പിച്ചത്, നിങ്ങളെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമായിരുന്നു. അത് ഞാൻ നിറവേറ്റി. ഈ സമയം വരെ, അതായത് ഈ നാഴിക വരെയാണ് നിങ്ങളെ കാത്തുകൊള്ളുവാനായിട്ട് പിതാവ് എന്നെ ഏൽപ്പിച്ചത്. അത് ഞാൻ വിശ്വസ്തയോടെ ചെയ്തു. ഇനി ഞാൻ നിങ്ങളെ തിരിച്ച് പിതാവിന്റെ കയ്യിൽ പരമേൽപ്പിക്കുകയാണ്. ഇനി പിതാവ് നിങ്ങളെ കാത്തുകൊള്ളും. ഇനി പിതാവിന്റെ അടുത്ത പദ്ധതിയാണ് പരിശുദ്ധാത്മാവിലൂടെ നടപ്പാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയാണ്, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയക്കുന്നു. ഇവിടെ പ്രാർത്ഥനയുടെ 4-ാമത്തെ ഉദ്ദേശം ഇതാണ്. ഒന്നാമത്തെ വിഷയം, അവൻ നമ്മെപ്പോലെ ഒന്നാകണം, ദൈവവുമായിട്ടുള്ള ഐക്യതയിൽ ജീവിക്കുവാൻ, ചേർന്ന് കൂട്ടായ്മയുടെ ഹൃദ്യമായ അനുഭവത്തിൽ ജീവിക്കുവാനായിട്ടാണ് കർത്താവ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. അതിനുള്ള കൃപ അവർക്ക് ലഭിക്കണം, അതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2,
കർത്താവിൽ സന്തോഷം, ദൈവിക പ്രവൃത്തി തികച്ചതിലുള്ള സന്തോഷം ശിഷ്യന്മാരുടെ ജീവിതത്തിലും അന്വർത്ഥമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തെ വിഷയം, അവർ സാത്താന്റെ കയ്യിൽ അല്ലെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ സൂക്ഷിക്കപ്പെടേണ്ടതിന്, സംരക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാലാമത്തെ വിഷയം, കർത്താവ് ഒരു മിഷൻ, പിതാവ് പുത്രനെ രക്ഷകനായിട്ട് അയച്ചതുപോലെ ഈ രക്ഷയുടെ സന്ദേശവുമായിട്ട് ദൂതുവാഹകരായിട്ട് ശിഷ്യന്മാരെ കർത്താവ് അയച്ചിരിക്കുന്നു. നീ എന്നെ അയച്ചതുപോലെ ഞാൻ അവരെ അയച്ചു. 18-ാം വാക്യം. അതിന്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. കർത്താവിന് അശുദ്ധി ഉണ്ടായിട്ടാണോ വിശുദ്ധീകരിക്കുന്നത്? അല്ല. ഇവിടെ വിശുദ്ധീകരിക്കുന്നു എന്ന വാക്കിന്റെ അർത്ഥം സെറ്റ് എപ്പാർട്ട്, വേർതിരിക്കുക എന്ന ആശയം. അപ്പോൾ പിതാവ് പുത്രനെ രക്ഷകനായിട്ട് അയച്ചതുപോലെ പുത്രൻ ശിഷ്യന്മാരെ രക്ഷയുടെ ദൂതുവാഹകരായിട്ട് സെറ്റ് എപ്പാർട്ട് ചെയ്തിരിക്കുന്നു, വേർതിരിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ ആശയം. ഇനി നമ്മൾ അതിന്റെ 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിലൂടെ നമുക്ക് പെട്ടെന്ന് അതിലൂടെ പോകാം. ഇനി ഒരു 7 മിനിറ്റോടെ മുമ്പിലുണ്ട്. ഇവിടെ 20 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങളില് ഇനി നമ്മൾ 20-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഇവർക്ക് വേണ്ടി മാത്രമല്ല വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് കൂടി ഞാൻ അപേക്ഷിക്കുന്നു. അപ്പൊ 19-ാം വാക്യത്തിൽ പറഞ്ഞത്, നീ എന്നെ ലോകത്തിൽ അയച്ചതുപോലെ ഞാൻ ഇവരെ ലോകത്തിലേക്ക് അയക്കുന്നു. അപ്പോൾ രക്ഷകർത്താവ് ഒരുക്കി ഈ ദൂതുമായിട്ട് ഈ ശിഷ്യന്മാരെ അയക്കുകയാണ്, സെറ്റ് അപ്പാർട്ട് ചെയ്യുകയാണ്, അവരെ അതിനുവേണ്ടി വേർതിരിക്കുകയാണ്. അതിനാണ് സാങ്ക്ടിഫൈ എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇവരെ കൂടെ നിർത്തി ശിഷ്യപ്പെടുത്തി അവരെ പിതാവിന്റെ അവകാശമായിട്ട് പിതാവിന് വേണ്ടി അവരെ വേർതിരിച്ച് നിർത്തിയിട്ട്, പിതാവാണ് ആ പ്രവൃത്തി ചെയ്ത്, പുത്രൻ അവർക്ക് ട്രെയിനിങ് കൊടുത്തു. എന്നിട്ട് കർത്താവ് അവരെ അയക്കുക. പുത്രനെ പിതാവ് അയച്ചതുപോലെ പുത്രൻ ഇവരെ അയക്കുന്നു. അതിന്റെ 21-ാം വാക്യത്തിൽ 20-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുന്നത്, ഇവരുടെ വാക്കിൽ, ഇവരുടെ പ്രസംഗ മുഖാന്തരം, ഇവരുടെ ശുശ്രൂഷ മുഖാന്തരം, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതിനകത്തും കർത്താവ് എടുത്തു പറയുന്ന ഒരു പ്രത്യേക വിഷയം 23-ാം വാക്യത്തിൽ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യതയിൽ തികഞ്ഞവരായി തീരേണ്ടതിനും തന്നെ. 21-ാം വാക്യത്തിലും അതേ പ്രയോഗമുണ്ട്. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്. ഇതിന്റെ ആത്മീക ആശയം എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ സ്നേഹബന്ധവും ആത്മീക കൂട്ടായ്മയും ഏകീഭാവവും, ഇതാണ് ക്രിസ്തീയ സാക്ഷ്യം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യത്തിൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. അപ്പൊ സുവിശേഷത്തിന്റെ ഏറ്റവും കാതലായ സന്ദേശം എന്ന് പറയുന്നത് വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹമാണ്. ആദ്യം പ്രൈമറിലി ഇത് ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞു, ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നിങ്ങളും ഒന്നായി തീരേണ്ടതിന് എന്ന് പറഞ്ഞു. ഇവിടെ സകല വിശ്വാസികളോടും, അതായത് ഇവരുടെ ശുശ്രൂഷ മുഖാന്തരം രക്ഷിക്കപ്പെട്ടു വരുന്ന സകലരോടുള്ള ബന്ധത്തിലും പറയുകയാണ്, അവരെല്ലാവരും ഒന്നാകേണ്ടതിന്. എന്ത്? നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ. വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളും വിശ്വസിച്ച വ്യക്തികളോട് ചേർന്ന് ആത്മീക ഐക്യതയിലും സ്നേഹബന്ധത്തിലും ജീവിക്കുമ്പോഴാണ് അവിശ്വാസികൾക്ക് ഇവർ ദൈവസ്നേഹത്തെ കുറിച്ച് പ്രസംഗിക്കുന്നു, ഇവരിൽ ദൈവസ്നേഹം വെളിപ്പെടുന്നു എന്ന് കാണുവാനായിട്ട് ഇടയാകുന്നത്. അതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം. അതുകൊണ്ടാണ് ക്രിസ്തുയേശുവിന്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ചുവെന്ന് കൊരിന്ത്യ ലേഖനത്തിൽ പറയുവാനായിട്ടുള്ള കാരണം. ഏറ്റവും ജഡികന്മാരായി ഇമ്മോറലായി ജീവിച്ച വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവർക്ക് പ്രാഥമികമായിട്ട് കൊടുത്ത ഇൻസ്ട്രക്ഷൻ, ക്രിസ്തുയേശുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്നു, നിങ്ങൾ താൻ ബോധിച്ച പോലെ ജീവിക്കാനുള്ളവരല്ല, ക്രിസ്തുവിനോടുള്ള സ്നേഹബന്ധത്തിൽ വിശ്വാസികൾ തമ്മിൽ ഭിന്നപക്ഷങ്ങളും ഭിന്നാഭിപ്രായങ്ങളും പാടില്ല, ഏകാത്മാവിൽ ഒന്നിച്ച് ജീവിക്കണം എന്ന് പ്രബോധിപ്പിച്ചത്. ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, നമ്മളുടെയൊക്കെ പിതാക്കന്മാർ രക്ഷിക്കപ്പെട്ടു വന്ന കാലത്ത് അവരുടെയൊക്കെ ആത്മീയ സ്നേഹവും കൂട്ടായ്മയും കണ്ടാണ് അനേകർ ഈ കൂട്ടായ്മയിലേക്ക് വേർപെട്ട് വന്നത്. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കൊരിന്ത്യ സഭയെക്കാട്ടിലും കഷ്ടമായി നമ്മുടെ അവസ്ഥ. ഇന്ന് സഹോദര സ്നേഹം കണ്ടുകിട്ടാൻ പോലും ഇല്ല. അതുകൊണ്ട് പുതിയ വിശ്വാസികൾ ആരും വരുന്നില്ല. നമ്മൾ അതിന് ഇരുണ്ട കാലഘട്ടം എന്ന് വിചാരിക്കുന്നു. അത് കാലഘട്ടം ഇരുണ്ടു പോയതുകൊണ്ടുള്ള കുഴപ്പമല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് നമ്മളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ നമുക്ക് പറ്റിയ പരാജയമാണ്. ഇവിടെ കർത്താവ് കൃത്യമായിട്ട് പറയുകയാണ്, നീ എന്നെ അയച്ച, അല്ലാതെ യേശു ക്രിസ്തു പിതാവ് അയച്ച, ദൈവം അയച്ച പുത്രനാണ് എന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നായി തീരേണ്ടത് ആവശ്യമാണ്. 23-ന്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി
അവർ ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടതിനും തന്നെ. എന്ന് പറഞ്ഞാൽ പിതാവ് പുത്രനിലും, പുത്രൻ ശിഷ്യന്മാരിലും, ശിഷ്യന്മാരിൽ നിന്ന് വചനം കേൾക്കുന്നവരിലും ചേർന്ന് നിൽക്കുന്ന ഒരു ഏകീഭാവത്തിന്റെ അനുഭവമാണ് സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത്. അതാണ് കർത്താവ് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. അതിന് കാരണം ഇവരെ പറഞ്ഞു വിടുമ്പോൾ ഈ ശിഷ്യന്മാരുടെ ഉള്ളിൽ കുറിക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ 12 പേര് തമ്മിലുള്ള ഐക്യതയും ഏകീഭാവവും ഒരുമിച്ചുള്ള നിൽപ്പുമാണ് ജാതികളുടെ പാപികളുടെ മാനസാന്തരത്തിന് മുഖാന്തരമായി തീരുന്നത്. നമുക്കറിയാം, ആദിമ കാലങ്ങളിൽ അപ്പോസ്തലന്മാർ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചപ്പോൾ അവരുടെ പ്രവൃത്തി ഇവരിന്ന വർഗ ആളുകളായിരുന്നല്ലോ എന്നുള്ള ചിന്തയിൽ നിന്ന് മാറി പരിശുദ്ധാത്മാവ് അവരിൽ വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ കൂട്ടത്തോടെ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് വരുവാനായിട്ട് ഇടയായി. ഇന്നത്തെ കാലത്ത് കാലഘട്ടം ഇരുണ്ടുപോയത് കൊണ്ടല്ല, വിശ്വാസികൾ ഈ സത്യം വിസ്മരിച്ചുകൊണ്ട് തങ്ങൾക്ക് ലഭിച്ച ഭൗതിക നന്മയിൽ മതിമറന്ന് ജീവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയിരിക്കുന്നത്. 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സകല വിശ്വാസികൾക്കും വേണ്ടി ദൈവം പ്രാർത്ഥിക്കുന്നതിലെ രണ്ടാമത്തെ കാര്യം നമുക്ക് കാണാം. 15:26. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പരസ്പര സ്നേഹം. ആദ്യത്തേത് പരസ്പര ഐക്യതയാണ്, രണ്ടാമത്തേത് പരസ്പര സ്നേഹമാണ്. ഈ പരസ്പര സ്നേഹം, പിതാവിന്റെ സ്നേഹം പുത്രനിൽ വ്യാപരിച്ചതുപോലെ പുത്രനിലെ സ്നേഹം വിശ്വാസികളിൽ വ്യാപരിക്കണം. അതാണ് ദൈവത്തിന്റെ കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്ന വിഷയം. ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി, അതായത് ദൈവസ്നേഹം വിശ്വാസികളിൽ വ്യാപരിക്കുവാനായിട്ടാണ് വിശ്വാസികൾക്ക് ദൈവം പിതാവിന്റെ നാമം അല്ലെങ്കിൽ പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഈ അധ്യായത്തിന്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും ലളിതമായ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ രക്ഷിതാവായി വന്നു കഴിയുമ്പോൾ പിതാവ് നമുക്ക് പിതാവിനെ വെളിപ്പെടുത്തി കിട്ടപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം നമുക്ക് പുത്രൻ പകർന്നു തന്നിരിക്കുകയാണ്. ഈ വചനത്തെ നമ്മൾ അനുസരിക്കുമ്പോൾ 2 നിലകളിലാണ് ഇത് വെളിപ്പെട്ട് വരുന്നത്. ഒന്ന് ഐക്യതയും, 2 സ്നേഹവും. ഈ 2 കാര്യങ്ങളാണ് സുവിശേഷത്തിന്റെ ഏറ്റവും വലിയ സാക്ഷ്യം. നാം പ്രസംഗിക്കുന്ന സുവിശേഷമല്ല, നാം ജീവിക്കുന്ന സുവിശേഷമാണ് ഫലമടിയുന്നത്. അതാണ് കർത്താവ് പറഞ്ഞത്. അത് കർത്താവ് ഈ പ്രാർത്ഥനയിലൂടെ ഈ ശിഷ്യന്മാരോട് പറഞ്ഞു വരുന്ന വിഷയം അതാണ്. എന്ത്? നിങ്ങളുടെ ജീവിതത്തിലൂടെ, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നതിലൂടെ, നിങ്ങളുടെ ഏകീഭാഗം ഐക്യതയിലൂടെ ലോകത്തിനു മുമ്പിൽ പിതാവിനെ വെളിപ്പെടുത്തണം. നിങ്ങൾ എന്നെ വെളിപ്പെടുത്തുമ്പോൾ വെളിപ്പെടുന്നത് പിതാവാണ്. ഇങ്ങനെ ചെയ്തപ്പോൾ എന്താ അവസാന ഭാഗം പറയുന്നത്? പുത്രൻ മഹത്വപ്പെടും, പിതാവ് മഹത്വപ്പെടും. എന്നിട്ട് അതിന് ശേഷം ലാസ്റ്റ് ഒരു സെന്റൻസോടെ കർത്താവ് ചേർത്തിട്ടുണ്ട്, ഇനിയും വെളിപ്പെടുത്തും. ഈ ഇനിയും വെളിപ്പെടുത്തും എന്നുള്ള വാക്ക് പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന തിരുവെഴുത്തുകളുടെ ദീർഘമായിരിക്കുന്ന, അതായത് സഭയ്ക്ക് വേണ്ടിയുള്ള വെളിപ്പാടുകളെ കുറിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമുക്ക് ലഭ്യമായിരിക്കുന്ന ആത്മീക പ്രകാശത്തിൽ വരുന്ന ദിവസങ്ങളിൽ ചേർന്ന് ജീവിക്കുവാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. ഈ ശിഷ്യന്മാർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ കൊടുത്ത ആ പ്രബോധനം, അതിന്റെ അന്തസത്തയിൽ കുറിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.